പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ ജാഥ അത് കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം പൊതുയോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം പൊതുജന സമക്ഷത്തെങ്കിൽ സംസാരിച്ച വിഷയം അത് സ്വാഭാവികമായിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തന്നെയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എങ്ങനെയാണ് സംഭവിച്ചത്, ആരാണ് സ്വർണം കെട്ടത് തുടങ്ങി LDFനെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജില്ലയിലെ പ്രസംഗങ്ങൾ മുഴുവൻ. എന്നാൽ രണ്ടാം ദിവസം ഈ ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചതോടുകൂടി സംഭവങ്ങളുടെ ചിത്രങ്ങളാകെ മറിയുകയാണ് ഉണ്ടായത്. അന്നാണ് പ്രമുഖ കോൺഗ്രസ് നേതാവും UDF കൺവീനറും ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ വി.ഡി. സതീശൻ മുമ്പാകെ എത്തുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അടൂർ പ്രകാശിനോട് ചോദിച്ചത്, എന്തൊക്കെ വിവരങ്ങളാണ് SIT സ്വീകരിച്ചത് മുതലായ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം സമഗ്രമായ ഒരു വിവരണം വി.ഡി. സതീശന് ലഭിക്കും. അതോടുകൂടി കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം നടത്തിയ പര്യടനത്തിനിടയിൽ ഒരു വേദിയിലും ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായില്ല. അപ്രകാരം ഈ രാഷ്ട്രീയ വിശദീകരണ ജാഥ സഞ്ചരിച്ച് അങ്ങ് ജില്ലകൾ താണ്ടി തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റമായ കളിയിക്കാവിള പോയി തിരിച്ച് ശംഖുമുഖത്ത് അവസാനിക്കുമ്പോൾ ആ സമാപന സമ്മേളനത്തിൽ ഈ ജാഥ എത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് തന്നെ നിലവിൽ വി.ഡി. സതീശനും കൂട്ടുകാർക്കും വലിയ ആശങ്കയുണ്ട്. ഒരുപക്ഷെ ഈ കേസന്വേഷണത്തിന്റെ തുടർന്നുള്ള നാളുവഴികളിൽ ഏതെല്ലാം കോൺഗ്രസ് നേതാക്കന്മാർ ഈ കേസിന്റെ പേരിൽ അകത്താകും, അതുപോലെ അന്വേഷിച്ച് അന്വേഷണ സംഘം അങ്ങ് സോണിയാഗാന്ധിയിൽ വരെ എത്തുമോ എന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഇത് ഒരു വി.ഡി. സതീശന്റെ മാത്രം ആശങ്കയല്ല, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും UDF നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ ആശങ്കയാണ്. ഏതെല്ലാം ആ പ്രശ്നം ഒരു വഴിക്ക് പോകുമ്പോഴാണ് രണ്ടാമതൊരു പ്രശ്നം കൂടി വലിയ കീറാമുട്ടിയായി കോൺഗ്രസിന് അനുഭവപ്പെടാൻ പോകുന്നത്. അത് മറ്റൊരു പ്രമുഖ കോൺഗ്രസ് നേതാവായ ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിലവിൽ പത്തനംതിട്ടയിലെ MP ആണ് ആന്റോ ആന്റണി. അദ്ദേഹം നടത്തിയ ഒരു സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തെക്കുറിച്ചാണ് നിലവിൽ കേരളത്തിൽ വലിയ സംസാരമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം 2019 പത്തനംതിട്ടയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം രാജൻ നെടുമ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു ഫൈനാൻസറിൽ നിന്നും, ഒരു ചെറുകിട ബാങ്കിങ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയിൽ നിന്ന് 2 കോടി രൂപ കടമായിട്ട് വാങ്ങി എന്നും ആ 2 കോടിയിൽ നിന്ന് ആകെ 20 ലക്ഷം രൂപയാണ് തിരിച്ചു കൊടുത്തത് എന്നും ബാക്കിയുള്ള സംഖ്യ ഇതുവരെ തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നും അതിന് സന്നദ്ധനല്ല എന്നും ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഈ വിവരം ഒരു പരാതിയായിട്ട് പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ് എന്ന് പറയുന്ന ഈ ചെറുകിട ബാങ്കിങ് സ്ഥാപനത്തിന്റെ ഉടമയായ രാജൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് 2019 ഇലക്ഷൻ കൊടുമ്പിരി കൊണ്ട് നടക്കവേ ഈ ആന്റോ ആന്റണി MP പലരിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാജൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെയും ഇദ്ദേഹം സമീപിക്കുന്നു. അന്ന് ഇയാളും കോൺഗ്രസിന്റെ കാര്യപ്പെട്ട പ്രവർത്തകനും നേതാവൊക്കെയായിരുന്നു. തൻ്റെ നിസ്സഹായ അവസ്ഥ ഈ രാജൻ ജോർജിന്റെ മുമ്പാകെ ഇദ്ദേഹം അറിയിക്കുന്നു. അതായത് ഒരു ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവാണ്, കോടികൾ ചെലവാകും. നിലവിൽ ഒരു MP ആയി മത്സരിക്കുന്ന ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ ചെലവാക്കുന്ന പണത്തിന്റെ പരിധി എന്ന് പറയുന്നത് 70-75 ലക്ഷം രൂപയാണ്. അതിനപ്പുറം ചെലവാക്കി കഴിഞ്ഞാൽ അത് കേസാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് കേസായി പരിഗണിക്കും. വലിയ തലവേദനയാണ്. എന്നിരുന്നാലും കോടിക്കണക്കിന് രൂപ ചെലവാകും. തൻ്റെ കയ്യിൽ ഫണ്ട് വേണ്ട രീതിയിലില്ല.
പാർട്ടിക്ക് തുടർച്ചയായിട്ട് അധികാരമില്ലാത്തത് കൊണ്ട്, പാർട്ടിയുടെ കയ്യിൽ ഫണ്ടില്ല, പണമില്ല. അതുകൊണ്ട് ഇതിനുള്ള പണമൊക്കെ താൻ തന്നെ കണ്ടെത്തണം. അതുകൊണ്ട് താങ്കൾ എന്നെ സാങ്കേതികമായിട്ട് സഹായിക്കണം എന്ന് ആന്റണി രാജൻ ജോർജിനോട് പറയുന്നു. ഇത് ഒരു സംഭാവനയായിട്ട് തരണമെന്നില്ല, മറിച്ച് കടമായിട്ടോ ലോണായിട്ടോ തന്നാൽ മതി എന്നും അന്ന് ആന്റണി പറയും. അങ്ങനെ ആന്റണി ഇങ്ങനെ ഒരു ആവശ്യം, ഒരു അഭ്യർത്ഥന ഈ രാജൻ ജോർജിന്റെ മുമ്പിൽ വെച്ചതിന്റെ പിന്നാലെ ഈ ആന്റണി അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഈ ദയനീയ അവസ്ഥ ബോധ്യപ്പെടുത്തുന്നു. അപ്രകാരം 2 കോടി രൂപ ഈ രാജൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ആന്റണിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പലരിൽ നിന്നും ആന്റണി പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആന്റണി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആരൊക്കെ എത്രയൊക്കെയാണ് തന്നത് എന്ന് തനിക്കറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ അറിവിൽ ഈ രാജൻ ജോർജിൽ നിന്ന് താൻ വാങ്ങിയിട്ടുള്ളത് 20 ലക്ഷം രൂപയാണ് എന്നും അത് 2 ഗഡുക്കളായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറയും. എന്നാൽ രാജൻ ജോർജിന്റെ അഭിപ്രായത്തിൽ 2 കോടി രൂപയാണ് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് തൻ്റെ കൈവശം തെളിവുണ്ട്. ആ തെളിവ് വേണമെങ്കിൽ താൻ ഹാജരാക്കും. നിലവിൽ ഈ പണം തിരിച്ചു തരികയില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് MP നൽകിയത് എന്നും പറയും. ഏതായാലും 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ ആന്റണി അദ്ദേഹം MP ആയി ഡൽഹിയിലേക്ക് പോയി. പിന്നീട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇതിനിടയിൽ രാജൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ നെടുമ്പറമ്പിൽ ഫിനാൻസ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടു. ഇടപാടുകാർ കൃത്യമായിട്ട് പണം തിരിച്ചടക്കാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഇടപാടുകാർക്ക് പലിശയും മറ്റും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ചുരുക്കത്തിൽ ഈ സ്ഥാപനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടി. ഇദ്ദേഹം കേസിന് കുണ്ടാമണ്ടയിലും പെട്ടു. ഇദ്ദേഹം ജയിലിലുമായി. അങ്ങനെ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിച്ച സാഹചര്യത്തിലാണ് തൻ്റെ മകളെ പറഞ്ഞയച്ച് ആന്റണിയോട് കാര്യം ബോധിപ്പിക്കുകയും തങ്ങൾ തന്ന 2 കോടി രൂപ തിരിച്ചു വേണം എന്ന് അറിയിച്ചത്. എന്നാൽ 2 കോടി രൂപയൊന്നും തനിക്ക് തന്നിട്ടില്ല എന്നും തനിക്ക് തന്നത് 20 ലക്ഷം രൂപയാണ് എന്നും അത് താൻ തരുന്നു എന്ന് പറഞ്ഞ് 2 പ്രാവശ്യമായി 10 ലക്ഷം രൂപ വീതം കൊടുത്തു. ആകെ 20 ലക്ഷം രൂപ അത് മാത്രമാണ് തന്നിട്ടുള്ളത്. ബാക്കിയുള്ള പണം സ്വാഹ, അതിന് തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് ആന്റണി ഈ സാമ്പത്തിക ക്രമക്കേടിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഏതായാലും ഒരു വശത്ത് 1 കോടി രൂപ 2 കോടി രൂപ ഈ രാജൻ ജോർജ് തനിക്ക് തന്നതിന് തെളിവില്ല എന്ന് ആന്റണി പറയുമ്പോൾ തന്നെ രാജൻ ജോർജ് എന്ന് പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിന്റെ ഉടമ പറയുന്നത് 2 കോടി താൻ ബാങ്കിലൂടെയാണ് ട്രാൻസാക്ഷൻ നടത്തി കൊടുത്തത്, അതിന് തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ആന്റണി പറയുന്നത് ഇപ്രകാരമാണ്: തെളിവുണ്ടെങ്കിൽ അയാൾ ഹാജരാകട്ടെ, അയാൾ കോടതിയെ സമീപിക്കട്ടെ, അഥവാ കേസ് കൊടുക്കട്ടെ, എന്നിട്ട് പറ്റുമെങ്കിൽ ബാക്കി പണം വാങ്ങാൻ അദ്ദേഹം ശ്രമിക്കട്ടെ എന്നുള്ളതാണ്. തികച്ചും ധാർഷ്ട്യമായ ഒരു മറുപടി. ഈ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കെ മലയാളി സമൂഹം ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന് സംശയിച്ച് നിൽക്കുകയാണ്. 2 കോടി രൂപ കൊടുത്തു എന്നും അതിന് മതിയായ തെളിവുണ്ട് എന്നും രാജൻ ജോർജ് പറയുമ്പോൾ തന്നെ അങ്ങനെ പണം സ്വീകരിച്ചതിന് തെളിവില്ല എന്ന് ഈ ആന്റണി MPയും സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷെ ഇതിനിടയിൽ ചില ജാതി മതപരമായ പ്രശ്നങ്ങളും കളിച്ചിട്ടുണ്ട് എന്നാണ് നിഷ്പക്ഷരായ ചിലരൊക്കെ പറയുന്നത്. അതായത് ആന്റണി MP പെന്തിക്കോസുകാരനാണ്. അതോടൊപ്പം തന്നെ ഈ രാജൻ ജോർജ് എന്ന് പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിന്റെ ഉടമയും സമാന സഭക്കാരനാണ്. അതുകൊണ്ട് ഈ ആന്റണി MPക്ക് 2 കോടി രൂപ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ സഭയും ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ സഭയിലും സഭാധ്യക്ഷനും സഭയുടെ പ്രവർത്തകരും കാര്യപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ഇടപെട്ടത് കൊണ്ടാണ് രേഖകളൊന്നും കൂടാതെ തന്നെ 2 കോടി രൂപ ഈ രാജൻ ജോർജ് ആന്റണിക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ ആന്റണി MP വന്നിട്ട് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത്
രേഖകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, ഒരു രേഖകളും രാജൻ ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഹാജരാക്കാൻ സാധിക്കാത്ത സ്ഥിതിക്ക് ഈ ആരോപണം കള്ളമാണ് എന്ന് തെളിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോകാൻ, അവരെ മുഖം കാണിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം വാങ്ങിക്കൊടുത്തത്, പെർമിഷൻ വാങ്ങിക്കൊടുത്തതും അത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അതുകൊണ്ട് ആ കള്ളവും പൊളിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് കള്ളവും പൊളിഞ്ഞിട്ടില്ലയോ എന്ന കാര്യം മലയാളികൾക്ക് തന്നെ ചില ബോധ്യങ്ങൾ ഉണ്ട്. ഒന്നാമത്, രാജൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി താൻ 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു എന്നുള്ളതിന് തെളിവുമായിട്ട് വന്നാൽ ആന്റോ ആന്റണി പറയുന്നതാണ് തെറ്റ്, പച്ചക്കള്ളം എന്ന് മലയാളികൾക്ക് വിശ്വസിക്കേണ്ടി വരും. ഇനി സോണിയാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ കർണാടകത്തിന്റെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ സമക്ഷത്തെങ്കിൽ കൊണ്ടുപോയത് എങ്കിൽ പുറത്തു വന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ, അതായത് കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വരേണ്ടതായിരുന്നു. അങ്ങനെ ആ ചിത്രങ്ങളിലൊന്നും തന്നെ കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിത്രങ്ങളൊന്നുമില്ല. പകരം കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണി MP-യുടെയും ചിത്രങ്ങളാണ് സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രത്തിൽ ഉള്ളത്. അതുകൊണ്ട് ആ കള്ളം ഇവിടെ അടിസ്ഥാനപരമായിട്ട് തന്നെ പൊളിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ വക കേസുകളൊക്കെ അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകവേ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ വിശദീകരണ യാഥ എവിടെ എത്തി നിൽക്കും എന്ന കാര്യം ആണ് മലയാളി സമൂഹം കാത്തിരിക്കുന്നത്. അതായത് VD സതീശന്റെ ഈ രാഷ്ട്രീയ വിശദീകരണ ജാഥ ജില്ലകൾ തോറും സഞ്ചരിച്ച് അവസാനം കളിയിക്കാവിള വരെ ചെന്ന് തിരിച്ചു വന്ന് ശംഖുമുഖത്ത് സമാപിക്കുമ്പോഴേക്കും ഈ പറയപ്പെടുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കുണ്ടാമണ്ടികളാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയങ്ങളാണ്. അത് മാത്രവുമല്ല, ഈ 2 വിഷയങ്ങൾക്ക് പുറമെ ഇനി മറ്റെന്തെല്ലാം വിഷയങ്ങളാണ് ഉയർന്നു വരിക എന്നുള്ള വിഷയവും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം.